ഹലോ ഡിയേഴ്സ്, ക്രിസ്മസ് എക്സാം കഴിഞ്ഞ് ആൻസർ പേപ്പറൊക്കെ കിട്ടിയിട്ടുണ്ടാകുമെന്ന് വിചാരിക്കുന്നു. ചിലർക്ക് വിചാരിച്ച മാർക്ക് കിട്ടിയിട്ടുണ്ടാകും, ചിലർക്ക് വിചാരിച്ച മാർക്ക് കിട്ടിയിട്ടുണ്ടാവില്ല, സങ്കടത്തിലായിരിക്കും. നിങ്ങളോട് എല്ലാവരോടും ചില കാര്യങ്ങൾ പറയാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു വീഡിയോയുമായിട്ട് വന്നിട്ടുള്ളത്. എനിക്ക് നല്ലൊരു കുട്ടി അയച്ച മെസ്സേജ്, 10ാം ക്ലാസ്സിൽ പഠിക്കുന്ന ഒരു മോൾ അയച്ച മെസ്സേജ് എന്ന് പറയുന്നത് അവളുടെ ഫ്രണ്ട് സൂയിസൈഡിന് ട്രൈ ചെയ്തു എന്നുള്ള കാര്യമാണ്. ഇത്തരം മെസ്സേജുകൾ കാണുമ്പോൾ വലിയ വിഷമമുണ്ട്. കാരണം നിങ്ങൾ മനസ്സിലാക്കേണ്ടത് 10ാം ക്ലാസ് എന്ന് പറയുന്നത് നിങ്ങൾ ആദ്യമായിട്ട് എഴുതുന്ന ഒരു പൊതുപരീക്ഷയാണ്. അതിൻ്റെ മാർക്ക് ബേസ് ചെയ്തിട്ടാണ് പ്ലസ് വണ്ണിൻ്റെ പ്രവേശനം നടക്കുന്നത്. 10ാം ക്ലാസ്സിൽ എത്ര A+ ഉണ്ടെന്ന് നോക്കിയിട്ടാണ് പ്ലസ് വണ്ണിൽ ഏത് സ്കൂളിൽ ഏത് കോഴ്സിന് നിങ്ങൾക്ക് സീറ്റ് കിട്ടുമെന്ന് തീരുമാനിക്കപ്പെടുന്നത് എന്നതൊക്കെ വസ്തുതയാണ്. പക്ഷേ 10ാം ക്ലാസ്സിലെ മാർക്ക് തീരുന്നതോടുകൂടി നിങ്ങളുടെ ലൈഫൊന്നും എവിടെയും തീർന്നു പോകുന്നൊന്നുമില്ല. നമ്മൾ ആലോചിക്കേണ്ടത് നമ്മളുടെ മുന്നിലുള്ള സാധ്യതകളെക്കുറിച്ചാണ്. ഒരു വാതിൽ നമുക്ക് മുന്നിൽ അടയുന്ന സമയത്തും 1000 വാതിലുകൾ നമുക്ക് വേണ്ടി തുറക്കപ്പെടുന്നുണ്ട്. അപ്പോൾ ആ വാതിലുകൾക്ക് വേണ്ടിയിട്ട് നമ്മൾ വീണ്ടും തിരയുക എന്നുള്ള കാര്യമാണ് നമ്മൾ ചെയ്യേണ്ടത്. സോ 10ാം ക്ലാസ്സിലെ എക്സാമിന് ഇനി നമ്മളുടെ മുന്നിൽ വിരലിലെണ്ണാവുന്ന ദിവസങ്ങൾ മാത്രമേ ഉള്ളൂ. അപ്പോൾ നമ്മൾ ചെയ്യേണ്ടത് ഇനിയുള്ള സമയം കൃത്യമായിട്ട് നമുക്ക് സങ്കടപ്പെടാം, നമുക്ക് വിഷമമുണ്ടാകും, ഫ്രസ്ട്രേഷൻ ഉണ്ടാകും, ഓർത്ത് പേടി ഉണ്ടാകും, സ്ട്രെസ് ഉണ്ടാകും, അല്ലേ, ആൻസൈറ്റി ഉണ്ടാകും, ചിലപ്പോൾ നെഞ്ഞൊക്കെ ഇങ്ങനെ എന്താ പറയുക പൊട്ടിപ്പോകുന്ന പോലത്തെ ഫീലിംഗ് ഒക്കെ നമുക്കുണ്ടാകും. പക്ഷേ അതൊക്കെ അനുഭവിക്കുമ്പോഴും നമ്മളെക്കൊണ്ട് പറ്റുന്ന രീതിയിൽ പഠിക്കാൻ നമ്മൾ ശ്രമിക്കേണ്ടതുണ്ട്. കാരണം നമ്മൾ നേടുന്ന മാർക്കിൻ്റെ ബേസിലാണ് അടുത്ത നമ്മുടെ പ്രവേശനം സാധ്യമാകുന്നത്. നിങ്ങൾക്ക് എന്ത് തന്നെ ആയാലും നല്ല മാർക്കിലേക്ക് എത്താനുള്ള പഠിക്കാൻ ആവശ്യമായിട്ടുള്ള സമയം നമ്മുടെ മുന്നിലുണ്ട്. സോ ആ സമയത്തെ ഏറ്റവും ക്രിയേറ്റീവായിട്ട് യൂട്ടിലൈസ് ചെയ്യുക, ഏറ്റവും ക്രിയാത്മകമായിട്ട് ആ സമയത്തെ ഉപയോഗപ്പെടുത്തുക എന്നുള്ളതാണ് നമ്മൾ ഓരോരുത്തരും ചെയ്യേണ്ടത്. നിങ്ങൾക്കറിയാം, നിങ്ങൾ ഒറ്റയ്ക്ക് ഇരുന്ന് പഠിക്കാൻ ശ്രമിക്കുമ്പോൾ കുറേ കാര്യങ്ങളൊന്നും നിങ്ങൾക്ക് ചുരുങ്ങിയ സമയം കൊണ്ട് പഠിച്ചെടുക്കാൻ പറ്റില്ല. പക്ഷേ അത്രയും വർഷത്തെ എക്സ്പീരിയൻസ് ഉള്ള എക്സ്പേർട്ട് ടീച്ചേഴ്സ് നിങ്ങളുടെ കൂടെ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഏറ്റവും അടിപൊളിയായിട്ടുള്ള മാർക്കിലേക്ക് ഇനിയും വിചാരിച്ചാൽ എത്താൻ സാധിക്കും. ഞാൻ പറഞ്ഞു വരുന്നത്, ഇനിയുള്ള ദിവസങ്ങളിലെ കൃത്യമായിട്ട് നമ്മൾ പ്ലാൻ ചെയ്ത് തന്നെ സമയത്തെ മാനേജ് ചെയ്യേണ്ടതുണ്ട്, സമയത്തെ യൂട്ടിലൈസ് ചെയ്യേണ്ടതുണ്ട്. ചുമ്മാ റീല് കണ്ടിരിക്കാനും സ്നാപ്ചാറ്റിൽ സ്നാപ്സ് അയക്കാനും ഒക്കെ നമുക്ക് ഇനിയും സമയമുണ്ട്. ആ മാർച്ചിലെ എക്സാം കഴിഞ്ഞാൽ വെക്കേഷനാണ്, പിന്നെ നമുക്ക് ഇഷ്ടം പോലെ സമയമുണ്ടാകും. പക്ഷേ ഇപ്പം നമ്മുടെ മുന്നിലുള്ള ഓരോ മിനിറ്റും വളരെ വിലയേറിയതാണ്, വളരെ വിലപ്പെട്ടതാണ്. ആ സമയത്തെ ഏറ്റവും നന്നായിട്ട് യൂട്ടിലൈസ് ചെയ്യാൻ നിങ്ങൾക്കുള്ള വഴിയാണ് സൈലത്തിൻ്റെ എൻഡ് ഗെയിം ബാച്ച് എന്ന് പറയുന്നത്. എൻഡ് ഗെയിം ബാച്ചിൽ നിങ്ങൾ ജോയിൻ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾ ചിലപ്പോൾ സ്കൂളിലെ A+ ബാച്ചിലും D+ ബാച്ചിലും ഇല്ലാത്ത കുട്ടിയായിരിക്കും. അതായത് ഫുൾ A+ കിട്ടൂ എന്ന് സ്കൂളുകാർ കരുതാത്ത ഒരു കുട്ടിയായിരിക്കാം. അതേസമയം എന്തായാലും പാസ്സാകുമെന്ന് ഉറപ്പുള്ളത് കൊണ്ട് D+ ക്യാമ്പിലും നിങ്ങൾ ഉണ്ടാവില്ല. എന്നാൽ ഞങ്ങൾക്ക് സൈലത്തിന് കേരളത്തിലെ മുഴുവൻ കുട്ടികൾക്കും നൽകാനുള്ളത് ഒരേപോലെയുള്ള A+ ലെവൽ ക്ലാസ് തന്നെയാണ്. നിങ്ങളെ എല്ലാവരെയും A+ലേക്ക് എത്തിക്കുക എന്നുള്ളതാണ് സൈലത്തിൻ്റെ ലക്ഷ്യം. നിങ്ങൾക്ക് എല്ലാവർക്കും നിങ്ങൾ ആഗ്രഹിക്കുന്ന പോലെ ഏറ്റവും ഉയർന്ന മാർക്ക് തന്നെ നേടിത്തരാൻ ആവശ്യമായിട്ടുള്ള ഏറ്റവും മികച്ച ലൈവ് ക്ലാസ്സുകളും റെക്കോർഡഡ് ക്ലാസ്സുകളും ഡൗട്ട് ക്ലിയറൻസും പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ ഡിസ്കഷനും എല്ലാം നമ്മുടെ ആപ്പിനകത്ത് എൻഡ് ഗെയിം ബാച്ചിലൂടെ ഞങ്ങൾ നിങ്ങൾക്ക് നൽകുന്നുണ്ട്. അതുമാത്രമല്ല, ഓരോ ക്ലാസ് കഴിയുമ്പോഴും നിങ്ങൾക്ക് വേണ്ടി ഒരു വർക്ക്ഷീറ്റ് ഞങ്ങൾ തരും. അതിലൊരു സെറ്റ് ഓഫ് ക്വസ്റ്റ്യൻസ് നിങ്ങൾക്ക് പരിചയപ്പെടാനും ആ ചോദ്യങ്ങൾ ചെയ്ത് പരിശീലിക്കാനും ഒക്കെയുള്ള അവസരമുണ്ട്. അതുമാത്രമല്ല, ആ ചോദ്യങ്ങളുടെ ആൻസർ കീ ഒക്കെ നമ്മൾ ആപ്പിലൂടെ നിങ്ങൾക്ക് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. സോ നിങ്ങൾ ചെയ്യേണ്ടത് ഇനിയുള്ള ദിവസങ്ങൾ ഞാൻ പഠിക്കും, എന്നെക്കൊണ്ട് കഴിയുന്നതിൻ്റെ പരമാവധി ഞാൻ പഠിക്കും എന്ന തീരുമാനം സ്വയം എടുക്കുക എന്നുള്ളതാണ്. ആ തീരുമാനം നിങ്ങൾ എടുത്തുകൊണ്ട് നിങ്ങൾ കഠിനാധ്വാനം ചെയ്യാൻ തയ്യാറായി കഴിഞ്ഞാൽ നിങ്ങൾക്ക് നിങ്ങളുടെ ഡെസ്റ്റിനി ചേഞ്ച് ചെയ്യാൻ സാധിക്കും. നിങ്ങൾക്ക് നിങ്ങളുടെ റിസൾട്ട് മാറ്റാൻ സാധിക്കും. അതിന് നിങ്ങളാണ് ഡിസിഷൻ എടുക്കേണ്ടത്. നിങ്ങൾ നിങ്ങളുടെ പാരൻസിനോട് പറയുക, അച്ഛാ എനിക്ക് ബാച്ച് ഒന്ന് പർച്ചേസ് ചെയ്ത് തരിക, ഞാൻ ഇനിയുള്ള ദിവസങ്ങൾ എന്നെക്കൊണ്ട് പറ്റുന്നതിൻ്റെ മാക്സിമം പഠിച്ചോളാം എന്നൊരു ഉറപ്പ് നിങ്ങൾ നൽകുക. എന്നിട്ട് ഏറ്റവും ആത്മാർത്ഥമായിട്ട് മക്കൾ പഠിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഫുൾ A+ തന്നെ സ്വന്തമാക്കാൻ സാധിക്കുമെന്നാണ് നിങ്ങളോട് പറയാനുള്ളത്. സോ അഡ്മിഷനെ കുറിച്ച് കൂടുതൽ അറിയുവാനായിട്ട് 9995400800 എന്ന് പറയുന്ന നമ്പറിൽ വിളിക്കുക. ഏറ്റവും അടിപൊളിയായിട്ട് നമുക്ക് പഠിച്ചുകൊണ്ട് ഫുൾ A+ തന്നെ ഉറപ്പിക്കാം.